Lizbee chilike ellarkum swagatham. Innu nammal oru special fish curry aanu undakan ponathu. Oru Sadhya special meen curry. Appo Sadhya special meen curry ennu parayumbo sadharana adile gravy koravayirikkum. Gravy koranye kashnangal maatram angane gravy ile parandittu angane irikkunna oru meen curry aanu. Appo namukku sadharana sadhyakku kittumbo angane meen kashnangal angane kittum. നമ്മുടെ ഗ്രേവി വേറെ കറിയായിട്ട് അങ്ങനെയാണ് സാധാരണ ഇപ്പൊ കാറ്ററിംഗ് സദ്യകൾക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് മീൻ വേണമെങ്കിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ഇപ്പൊ നമുക്ക് മത്സ്യ ഫിഷറീസിൽ നിന്ന് അമൂർ മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്ത് അവർ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. അതിന് പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഇല്ല. അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഈ മീൻ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇടയ്ക്ക് നമ്മൾ വെക്കാറുണ്ട് ഇങ്ങനത്തെ മീൻ കറികള്. ഇത് പെട്ടെന്ന് കേടുവരില്ല. ഇത് നമുക്ക് ഇങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ വെക്കാൻ പറ്റും. അതാണ് ഈ കറിയുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാം. ഒരുപാട് ഫിഷ് റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാം. നമ്മള് ലിങ്ക് ഫിഷ് റെസിപ്പീസിന്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ചെയ്യും. 1 കിലോ അമൂർ ഫിഷ് വെച്ചിട്ടാണ് നമ്മൾ സദ്യ സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 5-10 വറ്റൽ മുളക്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ നമ്മുടെ വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ കണക്ക് പറഞ്ഞത്. 5-6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും വേണം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കൊടംപുളി ആവശ്യമുണ്ട്. കൊടംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 എണ്ണം വലിയ കൊടംപുളിയാണ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ സോൾട്ട് വേണം. വെളിച്ചെണ്ണയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം. നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി വേണം. നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവയും കടുകും ഏകദേശം പൊട്ടി തുടങ്ങി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിമും നന്നായിട്ട് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ഇളക്കിയാൽ മതി കേട്ടോ. എന്നുവെച്ചാൽ ഇതിന് കിടന്നിട്ട് നന്നായിട്ട് ഇതാവും, മൊരിയും. ഇനി ഇതിന് പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ സാധാരണ മീൻകറി വെക്കുന്നതിന് കുറച്ച് വ്യത്യാസമുണ്ട് ഈ മീൻകറി വെക്കുന്നതിന്. ഇതിലേക്ക് ഇതിന്റെ പച്ചമണൊക്കെ പോയി തുടങ്ങുമ്പോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഫ്ലെയിം എപ്പോഴും നന്നായി താത്തി വെച്ചിരിക്കണം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി മാത്രം ഈ പൊടികളുടെ കൂട്ടത്തിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ കൊടംപുളി എടുത്തു വെച്ചിട്ടുള്ള സോക്ക് ചെയ്തിട്ടുള്ള വെള്ളമില്ലേ, അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി വെള്ളം ഒഴിച്ചത് ഒന്ന് വറ്റി വരണം. ഈ മുളകും മഞ്ഞളും
മല്ലിപ്പൊടിയൊക്കെ ഇട്ടത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വെന്ത പോലെ ആവണം കേട്ടോ. അപ്പോഴാണ് ഈ വെള്ളം വെറ്റി വരുമ്പോ ഈ ഇതൊക്കെ അങ്ങോട്ട് വെന്തോളും. ഇപ്പൊ ആ വെള്ളം ഒഴിച്ചതൊക്കെ ഒരുവിധമൊക്കെ നന്നായിട്ട് വെറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 10-30 സെക്കൻഡ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറണം. ഈ മസാല നന്നായിട്ട് ചൂടാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട്, ഇത് വലിയ പാത്രമാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. മീന് നമ്മള് ഇത് ചെറിയ പാത്രം ആയതുകൊണ്ട് ഫിഷൊക്കെ ഒരു ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതില് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല നമ്മുടെ ഫിഷിന് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുടംപുളി കുതിർത്ത് വെച്ച വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ആവശ്യമില്ല, അത് അത്യാവശ്യം ആ ഒരു കുഴമ്പ് പരുവത്തിൽ ഞാൻ ഇരിക്കണേ. അപ്പൊ നമ്മൾ നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മൺചട്ടി നമ്മൾ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ എണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടിയിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. കറിവേപ്പിലയില് കുറച്ച് വെള്ളം ഉള്ള കാരണമാണ് ഇങ്ങനെ ചെറുതായി പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാണ്. ഇതിലേക്ക് നമ്മൾ കുടംപുളി കുതിർത്തി വെച്ചാൽ ബാക്കിയുള്ള വെള്ളവും കുടംപുളി കൂടി ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ മസാല ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ ഇതാക്കുമ്പോൾ ഇത് കുറുകി വരേണ്ട ഒരു ഇതാണ്. അപ്പൊ ആവശ്യത്തിന് നമ്മൾ നോക്കിയിട്ട് മീനിന്റെ മുകളിൽ നിൽക്കണ പോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം പോരായുണ്ട്. അപ്പൊ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ചട്ടി ഒന്ന് ചുറ്റിക്കുക ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പൊ ഞാൻ ഫ്ലെയിം ഇപ്പൊ കൂട്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് സ്വല്പം ഉലുവപ്പൊടി, അപ്പൊ ഞാൻ 1/2 ടീസ്പൂൺ എടുത്തു വെച്ച ഉലുവപ്പൊടിയിൽ നിന്ന് ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമാണ് ഉപയോഗിച്ചേക്കണം കേട്ടോ. കുറച്ച് മാത്രം നേരത്തെ ഇട്ടു. ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ പോവാണ് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പൊ ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വെന്തുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം വെള്ളം ഒക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ചുറ്റിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈ വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പ്രത്യേകിച്ചും മൺചട്ടിയിലായതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ചെയ്യും. പിന്നെ മൺചട്ടിയിലാവുമ്പോൾ ഈ വെള്ളം ഇതിലിരുന്ന് ഇങ്ങനെ വറ്റി വരും ചെയ്യും. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് തിരുമ്പി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ മൂടി വെക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് മൂടി വെക്കുക. പിന്നെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഈ വെള്ളം ഇതിലുള്ള ഗ്രേവിയും കൂടി വെറ്റിയിട്ട് നല്ല കുഴമ്പ് പരുവായിട്ട് വരും ചെയ്യും.